നമസ്കാരം. അക്ഷയ കോളേജ് വടക്കേക്കാട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത പ്രോബബിലിറ്റി സാമ്പിളിംഗ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നോട്ട് കുറച്ച് പേരൊക്കെ എഴുതി സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സെൻഡ് ചെയ്യണം. കൂടാതെ ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നിരന്തരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ വർഷമൊന്നും ഇനി ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുള്ള പഠനം സാധ്യമാവോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇപ്പൊ സാമ്പിളിംഗ് ടെക്നിക്സ് 2 ടൈപ്പാണ്: പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സംഭവ്യത, അസംഭവ്യത. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത, സാമ്പിളിംഗിന് സോഴ്സ് ലിസ്റ്റിലുള്ള എല്ലാ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഈക്വൽ ചാൻസ് എല്ലാ യൂണിറ്റിനും നൽകിയിരുന്നു. സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റിനും തുല്യ അവസരം നൽകി സാമ്പിൾ എടുക്കുന്ന രീതിയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രത്യേക ഉദ്ദേശത്തോടുകൂടി, പ്രത്യേക മുൻവിധിയോടുകൂടി സാമ്പിൾ എടുക്കുന്ന രീതിയാണ്. സോഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ യൂണിറ്റുകളെയും പഠന വിധേയമാക്കേണ്ട ആവശ്യമില്ല. സോഴ്സ് ലിസ്റ്റ് തന്നെ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഗവേഷകന്റെ മുൻവിധിയോടുകൂടി സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്താണെന്ന് അറിയാം. ഒരു പോപ്പുലേഷനിലെ മൊത്തത്തെ റെപ്രസെന്റ് ചെയ്ത് മൊത്തത്തിന്റെ ക്യാരക്ടർ കാണിക്കുന്ന ചില യൂണിറ്റുകളെ സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിൾ. ഇവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ മൊത്തത്തിന്റെ അല്ലെങ്കിൽ മൊത്തത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളുകൾ ആകണമെന്നില്ല. ഇത് ചില സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. സർട്ടൻ ക്രൈറ്റീരിയാസ് ഫോർ സെലക്ടിങ് സാമ്പിൾ. ചില മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് സാമ്പിൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, ഗവേഷകന്റെ കോമൺ സെൻസ്. കോമൺ സെൻസ് ഓഫ് റിസർച്ചർ. റിസർച്ചറുടെ, ഗവേഷകന്റെ സാമാന്യ ബുദ്ധി, കോമൺ സെൻസ്. ഒരു ഗവേഷകനാവുമ്പോൾ സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള വ്യക്തി ആയിരിക്കാം. അയാളുടെ കോമൺ സെൻസ്, അയാളുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ചില സാമ്പിളുകളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക. സെക്കൻഡ്, എക്സ്പീരിയൻസ്. ഗവേഷകന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം റിസർച്ചർ. ഇപ്പൊ റിസർച്ചർ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും സാമ്പിളുകൾ സെലക്ട് ചെയ്യുക. തേർഡ്, ഇൻറ്റ്യൂഷൻ. സഹജാവബോധം എന്ന് പറയും. ഗവേഷകന്റെ സഹജാവബോധം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കും. അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമ്പിളുകളാണ് അയാൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അയാളുടെ ഉള്ളിലുള്ള ആ ഇൻറ്റ്യൂഷൻ അയാളെ പ്രേരിപ്പിക്കും. ചില സാമ്പിളുകൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇതുണ്ടാവും. അതാണ് ഇൻറ്റ്യൂഷൻ. ഫോർത്ത്, ഇൻട്രസ്റ്റ്. അദ്ദേഹത്തിന്റെ താല്പര്യം, റിസർച്ചറിന്റെ താല്പര്യം. അയാളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും സാമ്പിൾ സെലക്ട് ചെയ്യുക.
അങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷപാതത്തിന്, ഒരു ബയാസ്, ഒരു ചായ്വ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വാസ്തവത്തിനേക്കാൾ ഉപരി അയാൾക്ക് അതിനോടുള്ള ഒരു ബയാസ് ഉണ്ടായിരിക്കാം. ഈ 4 മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് രീതികൾ 4 തരത്തിലുള്ള 4 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. ഫസ്റ്റ്, purposive sampling. Purposive sampling is also known as judgment sampling. ജഡ്ജ്മെന്റ് ആണ്, മുൻവിധിയാണ്. വിവരശേഖരണത്തിന് വേണ്ടി റിസർച്ചർ ഉപയോഗിക്കുന്ന രീതി ഒരു മുൻവിധി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും, പർപ്പസ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും സാമ്പിളുകൾ സെലക്ട് ചെയ്യുക. അപ്പൊ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകളെയും സെലക്ട് ചെയ്യില്ല. അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്ന, റിസർച്ചർക്ക് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് ആ സാമ്പിൾ ആയിരിക്കും അദ്ദേഹം എടുക്കുക. ഒരു കോളേജിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ, ടോപ്പ് സ്കോറിനെ കുറിച്ച് ഒരു ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, ടോപ്പ് സ്കോർ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്ന്. അപ്പൊ അതനുസരിച്ചിട്ട് ആ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് സാമ്പിളുകൾ കളക്ട് ചെയ്യും. ഇവിടെ ജഡ്ജ്മെന്റ് ആണ്, മുൻവിധിയാണ്. മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഒരു പർപ്പസീവ് സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ടിപ്പിക്കൽ സാമ്പിളിംഗ്, ക്രിട്ടിക്കൽ കേസ് സാമ്പിളിംഗ്, ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് പർപ്പസീവ് സാമ്പിളിംഗിന്. ദെൻ ആക്സിഡന്റൽ സാമ്പിളിംഗ്. ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ആകസ്മികമായിട്ട് കിട്ടുന്ന വിവരങ്ങളാണ്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ മുൻകൂട്ടിയിട്ട് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. ഇത് പ്ലാനിങ് ഒന്നുമില്ല, ആക്സിഡന്റൽ ആണ്. ആകസ്മികമായി മുന്നിൽ വന്ന് പെടുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ പദ്ധതിയോ ഇല്ല, വളരെ ഈസിയാണ്. സാധാരണ ഇലക്ഷൻ സമയത്തൊക്കെ എക്സിറ്റ് പോൾ സർവേ നടത്താറുണ്ട്. പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരിലെ വിവരങ്ങൾ അന്വേഷിച്ചാൽ അവർക്ക് ഏത് പാർട്ടിക്കാണ് കൂടുതൽ വോട്ട് ലഭിക്കുക എന്നുള്ള ഒരു ഏകദേശ കണക്കൊക്കെ ലഭിക്കും. ഇങ്ങനെ ആക്സിഡന്റലായിട്ട് ആകസ്മികമായി സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നതാണ് ആക്സിഡന്റൽ സാമ്പിളിംഗ്. ആക്സിഡന്റൽ സാമ്പിളിംഗും വളരെ ഈസിയാണ്. അതിന് കോസ്റ്റ് കുറവാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, ലെസ് ടൈം കൺസ്യൂമിങ്. എളുപ്പത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ ആ തൊഴിൽശാലയുടെ കവാടത്തിനരികെ പോയി നിന്ന് അവിടെ ആദ്യം വരുന്ന ആൾക്കാർ ഒരു 50 പേര്, 1000 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിൽ നിന്ന് ഒരു 50 പേരുടെ സാമ്പിളാണ് വേണ്ടതെങ്കിൽ ആദ്യം വരുന്ന 50 പേരിൽ നിന്ന് വിവരങ്ങൾ, ഇൻഫർമേഷൻസ് ചോദിച്ചറിഞ്ഞാൽ സാമ്പിളുകൾ ലഭിക്കും. ഇതാണ് ആക്സിഡന്റൽ സാമ്പിളിംഗ്. ദെൻ തേർഡ് വൺ, കോട്ട സാമ്പിളിംഗ്. ഇവിടെയും സാമ്പിളിംഗ് പോപ്പുലേഷനിലെ പഠനവിധേയമാകുന്ന വിഭാഗത്തെ പ്രത്യേകം കോട്ടയായിട്ട് തരംതിരിക്കുക, പ്രത്യേകം ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക.
അതാണ് കോട്ട. അത് ഏജിന്റെ അടിസ്ഥാനത്തിലാവാം, സെക്സിന്റെ അടിസ്ഥാനത്തിലാവാം, ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ ലിറ്ററസി എക്സെട്ര എക്സെട്ര പല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കോട്ട ആയി തരംതിരിക്കുന്നതാണ്. അതിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് കോട്ട സാമ്പിളിംഗ്. സാധാരണ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് കോട്ട സാമ്പിളിംഗ് ഉണ്ടാവുക. മാർക്കറ്റിംഗിലെ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലെ ഏജിന്റെ അടിസ്ഥാനത്തില് സാധനങ്ങള് കിഡ്സ്, യങ്സ്റ്റേഴ്സ്, യൂത്ത്, ഓൾഡ് ഏജ് ഇങ്ങനെയുള്ളവരെയൊക്കെ തരംതിരിച്ചിട്ടായിരിക്കും സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് സാധാരണയായിട്ട് കോട്ട സാമ്പിളിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. Then next one, snowball sampling. Snowball sampling എന്ന് പറഞ്ഞാൽ സ്നോബോൾ എന്താ? സ്നോബോള് മഞ്ഞ് കഷ്ണം മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുരുണ്ട് വരുമ്പോൾ മഞ്ഞിൻ തരികൾ ഈ മഞ്ഞുകട്ടയിൽ പിടിച്ചിരിക്കും. അങ്ങനെ മുകളിൽ നിന്ന് ഉരുണ്ടു വരുന്ന ഒരു മഞ്ഞിൻ കഷ്ണം താഴേക്ക് എത്തുമ്പോഴേക്കും വലിയ മഞ്ഞുകട്ടയായിട്ട് മാറും. അതായത് വരുന്നതിൽ നിന്നെല്ലാം മഞ്ഞുതരികള് മഞ്ഞിൻ കട്ടയിൽ പിടിച്ചു. ഇതേപോലെയാണ് ഇവിടെ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. എല്ലാവരിൽ നിന്നൊന്നും ആവശ്യമായ അനുസരിച്ച സാമ്പിളുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലെ കുറച്ച് സാമ്പിൾ ഏതെങ്കിലും രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ ആ സാമ്പിളിൽ നിന്ന് കൂടുതൽ സാമ്പിൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു പ്രദേശത്തെ അതായത് ഭവനരഹിതരായിട്ടുള്ളവരുടെ എണ്ണം കണ്ടെത്തണം എന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ചു പേരുടെ ലിസ്റ്റ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരേ സ്വഭാവക്കാരെ വേഗം അറിയും. ഒരു പഞ്ചായത്തിലെ വീടില്ലാത്തവർ എത്രയാണ് എന്ന് ആ പഞ്ചായത്തിലെ മെമ്പർക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ വരുന്നവർക്കോ അതുമായി ബന്ധപ്പെട്ടവർക്കോ അറിയാം. അവരിൽ നിന്ന് മൊത്തം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് തന്നെ ഒരുപാട് സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്ന രീതിയാണ് സ്നോബോൾ സാമ്പിളിംഗ്. ഇതിലെല്ലാം സാമ്പിളിംഗ് മനോബുദ്ധിക്കനുസരിച്ചാണ്, അതായത് ജഡ്ജ്മെന്റ് മുൻവിധി അനുസരിച്ചാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെങ്കിൽ സാമ്പിളിംഗിൽ ഉൾപ്പെടുത്തിയ എല്ലാ യൂണിറ്റുകൾക്കും തുല്യ അവസരം നൽകുന്നുണ്ട്. ഈക്വൽ ചാൻസ് ആണ് നൽകുന്നത്. ഇവിടെ തുല്യ അവസരം നൽകുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന്റെ തുല്യ അവസരം ആവശ്യമില്ല. എന്തുകൊണ്ട്? റിസർച്ചർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കാം, കോമൺ സെൻസ് ഉള്ള ആളായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു പഠനത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ സിമ്പിൾ ആണ്, കൂടാതെ ലെസ് എക്സ്പെൻസീവ്, ലെസ് ടൈം കൺസ്യൂമിങ്. സാമ്പിളിംഗ് മെത്തേഡില് ഇപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കൂടുതലായിട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ് സാമ്പിളിംഗ് മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. ചില സാഹചര്യത്തിൽ മാത്രമാണ്, അതായത് അനുഭവത്തിന്റെ വെളിച്ചത്തില് അയാളുടെ സ്കില്ല് വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തില് അനുഭവജ്ഞാനം, ഇൻട്രസ്റ്റ് തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ഒരു പരിധിവരെ ശരിയാകാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് ചോദിച്ചാൽ
Probability samples have all units are equal chance. Non-probability le all units have no equal chance. Okay. മനസ്സിലായില്ലേ? വർക്കുകളൊക്കെ ചെയ്യാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.